ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക്, ബ്രെഡ് ബോക്സ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കണം. ആ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും ചേർത്ത് ഒന്ന് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് ചെറുതായി നുറുക്കി വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മയോണൈസും ചേർത്ത് ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡോ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മാവ് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഭാഗം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസിന് യൂസ് ചെയ്യാവുന്നതാണ്. സൈഡ് കട്ട് ചെയ്ത ബ്രെഡിനെ നമുക്ക് ഒന്നുകൂടി ചെറിയ പീസാക്കി എടുക്കണം. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബ്രെഡിൻ്റെ സൈഡ് നമുക്കൊന്ന് ക്രംസ് ആക്കി എടുക്കാം. അതും അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോക്സ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒരു ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. അതിലേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുത്ത് അതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു പീസ് ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ വശവും ഒന്ന് മടക്കിയെടുക്കാം. ഇത് എല്ലാ ഭാഗവും ഇതുപോലെ കൈ വെച്ച് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഒരു ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ് ബോക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കണം. ഇതിനു വേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് ബോക്സ് എടുത്ത് ഒന്ന് നല്ല പോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ബോക്സ് ഇട്ടൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നല്ല പോലെ ഫ്രൈ ആയിട്ട് നമ്മുടെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡ് ബോക്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.